കൂട്ടുകാരെ, എൻ്റെ പേര് ദയാൽകൃഷ്. ഞാൻ സായിവൃന്ദാവൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയുന്നത് മാമ്പഴം എന്ന കവിത കഥാപ്രസംഗമായി അവതരിപ്പിക്കുകയാണ്. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞാണ് ഏറ്റവും വിലപ്പെട്ടത്. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തിന് അല്പം പോലും കുറവുണ്ടാവുകയില്ല. അതിനൊരു ദൃഷ്ടാന്തമാണ് വൈലോപ്പിള്ളി ശ്രീധരൻ മേനോന്റെ മാമ്പഴം എന്ന കഥാകാവ്യം. ഈ കഥാകാവ്യത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നത്. അതാ നോക്കൂ, ആ കാണുന്ന വീടിന്റെ മുറ്റത്ത് ഒരു തൈമാവ് പൊൻകുലകളാൽ കിരീടം ചൂടി വസന്തദേവതയെ പോലെ പരിലസിക്കുന്ന ആ മാവിൻ ചുവട്ടിൽ ഒരു കൊച്ചു കമ്പുമായി ആ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു. ഒരു കൊച്ചു കമ്പുമായി ആ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു. ആ മാവിൻ പൂവുകൾ ആ മാണിമുത്തുകൾ ആ ബാലൻ തട്ടിപ്പൊഴിച്ചിടുന്നു. ആ ബാലൻ തട്ടി തകർത്തിടുന്നു. ആനന്ദ ചിത്തനായി ആഹ്ലാദപൂർണനായി അതിലൊരു പൂങ്കൂല കയ്യിലേന്തി ആ മാവിലെ പൂകൾ ആ മണിമുത്തുകൾ ഒരു കമ്പ് കൊണ്ടവൻ അടിച്ചു വീഴ്ത്തുകയാണ്. അങ്ങനെ കളിച്ചു രസിച്ചവൻ അടിച്ചു പറിച്ച പൂങ്കലുമായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ, ഈ പൂക്കളെല്ലാം ഞാൻ തല്ലി വീഴ്ത്തിയതാണ്. എനിക്ക് ഇതുകൊണ്ടൊരു മാല ഉണ്ടാക്കി തരുമോ? പുഞ്ചിരിച്ചു കൊണ്ട് ആ പിഞ്ചോമനെ കൊഞ്ചി പറഞ്ഞു. പക്ഷെ അമ്മ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അമ്മ മിണ്ടിയില്ല. പിന്നെയൊരക്ഷരം മിണ്ടിയില്ല. അമ്മ മിണ്ടിയില്ല. പിന്നെയൊരക്ഷരം മിണ്ടിയില്ല. എന്താ അമ്മയൊന്നും മിണ്ടാത്തത്? എനിക്ക് മാലയുണ്ടാക്കി തരികില്ലേ? ഈ പൂക്കൾ തീങ്ങില്ലെങ്കിൽ ഇനിയും കൊണ്ടുവരാം. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ചോദിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നിനി. ചോദിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നിനി. എടാ കുരുത്തം കെട്ടവനെ, പൂക്കളെല്ലാം പറിച്ചു കളഞ്ഞില്ലേ? ഈ പൂക്കൾ വിരിഞ്ഞ് അത് കണ്ണിമാങ്ങയായി. അത് വിളങ്ങി മാവിൽ തന്നെ നിന്ന് പഴുത്ത് കാറ്റടിക്കുമ്പോൾ ഞെട്ടറ്റ് മാമ്പഴം വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാങ്ങിയിട്ടല്ലേ. മാമ്പഴം വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാങ്ങിയിട്ടല്ലേ. അമ്മ ആ മാവിൽ നിന്ന് തന്നെ ഒരു കമ്പൊടി ആ കുഞ്ഞിനെ അടിച്ചു. ആകാശത്ത് പൂവണിയുന്ന നക്ഷത്രങ്ങളെ പോലും തല്ലി തകർക്കാൻ വെമ്പുണ്ടവരുണ്ടോ? മാമ്പൂ കൊഴിക്കാതിരിക്കുന്നു. അത് അവർക്കൊരു വിനോദം മാത്രം, വിളയാട്ടം മാത്രം. മാല കെട്ടുവാൻ പൂക്കളെടുത്തത് കുറ്റമാണോ? മുല്ല, പിച്ചി, റോസാപ്പൂക്കളെല്ലാം കൊണ്ട് മാല കോർക്കാമെങ്കിൽ എന്തുകൊണ്ടത് മാമ്പൂ കൊണ്ടത് ആയിക്കൂടാ? പക്ഷേ മാമ്പൂ കൊഴിക്കാൻ പാടില്ല, തല്ലി തകർക്കാൻ പാടില്ല. കേര കവുങ്ങിൻ പൂവുകളൊന്നും തല്ലി തകർക്കാൻ പാടില്ല. മാമ്പൂ കൊഴിക്കാൻ പാടില്ല, തല്ലി തകർക്കാൻ പാടില്ല. കേര കവുങ്ങിൻ പൂവുകളൊന്നും തല്ലി തകർക്കാൻ പാടില്ല. അത്ര വലിയ വിലയുള്ള പൂക്കളാണെന്ന് അവൻ അറിയില്ലായിരുന്നു. വർദ്ധിച്ച ആനന്ദത്തോടെ ഒരു കൂട്ടം പൂക്കളുമായി മാതാവിനെ സമീപിച്ചപ്പോൾ ചോദിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നിനി. ചോദിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നിനി. ആ അമ്മയുടെ ദേഷ്യം അവൻ ആദ്യമായി കാണുകയാണ്. അലറിയ ശബ്ദം അവൻ ആദ്യമായി കേൾക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട അമ്മയിൽ നിന്നും ഇങ്ങനെ ഒരു മാറ്റമുണ്ടായപ്പോൾ പൈതലിൻ ഭാവം മാറി വദനാംബുജം വടി കൈതപം കാണാ കണ്ണുനീർ തടാകമായി. പൈതലിൻ ഭാവം മാറി വദനാംബുജം വടി കൈതപം കാണാ കണ്ണുനീർ തടാകമായി. മാൻ തളിരിനെ പോലെ നേർമേറിയ ആ കുരുന്ന് കവിൾത്തടം ചുവന്നു തുടുത്തു. കളങ്കമെന്നറിയാത്ത ആ കണ്ണുകൾ കണ്ണുനീർ തടാകമായി. ഭാവിയെ മുൻകൂട്ടി പറയുന്നത് പോലെ, അവന്റെ ദേഷ്യം വിളിച്ചറിയിക്കുന്നത് പോലെ, സൃഷ്ടിയുടെ മായാജലം ദൃഢമാക്കുന്നത് പോലെ വിമ്മി വിമ്മി കരങ്ങിയുണ്ടാവും. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. അമ്മമാർ മക്കളെയും മക്കൾ അമ്മമാരെയും ശാസിക്കാറുമുണ്ട്, വഴക്ക് പറയാറുമുണ്ട്.
സ്വന്തം വീട്ടിൽ നിന്നു ബന്ധു വീട്ടിലോ അതോ സുഹൃത്തിന്റെ വീട്ടിലോ പോയി തങ്ങാറുമുണ്ട്. എന്നിട്ട് പഴയതുപോലെ തിരികെ വരാറുമുണ്ട്. കാരണം പിണങ്ങാനോ പിരിയാനോ സാധിക്കാത്ത ഒരു ബന്ധമാണ് മാതൃസ്നേഹം. ഈ പിഞ്ചോമനയുടെ കണ്ണിലും അമ്മയുടെ അടി കൊണ്ടപ്പോൾ വേദനയുടെ വേലിയേറ്റമുണ്ടായി. വർദ്ധിച്ച വേദനയോടെ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. നാളുകൾ പലത് കഴിഞ്ഞു. പൂമൊട്ടുകൾ വിരിഞ്ഞു. അത് കണ്ണിമാങ്ങയായി. അത് വിളങ്ങി പഴുത്ത് വൻ ശിഖരങ്ങളിൽ കാക്കകളും കിളികളും അണ്ണാരക്കണ്ണനുമെല്ലാം തകൃതിയായി ബഹളം കൂട്ടുകയാണ്. മതിരിക്കുന്ന ഒരു മാമ്പഴം തിന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ടൊരമ്മ, നമ്മുടെ അമ്മ നിൽക്കുകയാണ്. നിരാശയോടെ, നെടുവീർപ്പോടെ, പൊട്ടിത്തകർന്ന ഹൃദയത്തോടെ. ആ മാവിലും കാറ്റടിക്കാതിരുന്നിട്ടില്ല. കാറ്റടിച്ചപ്പോൾ ഒരു മാമ്പഴം ഞെട്ടറ്റ് വീട്ടുമുറ്റത്ത് വീണു. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. മാമ്പഴം പഴുത്തു വീണപ്പോൾ കണ്ണീർ മുത്തുകൾ അടർന്നു വീണു. ഇത് കാണാനുള്ള കരുത്തില്ലാതെ ആ അമ്മ നിലത്ത് വീണു പൊട്ടിക്കരഞ്ഞു. കാരണം ആ മാമ്പഴത്തിന്റെ ഏക അവകാശി, അത് ഓടിച്ചെന്ന് എടുക്കേണ്ടയാൾ, അവനെ കാണാനില്ല. അവൻ എവിടെ പോയി? തുങ്കമാമീനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ. തുങ്കമാമീനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ. അത് കാണാനുള്ള കരുത്തില്ലാതെ ആ അമ്മ ആ മാമ്പഴം കൈകളിലെടുത്തു. എന്നിട്ട് തന്നുണ്ണി കിടാവിന്റെ താരുടൽ മറ ചെയ്ത് മണ്ണിൽ താൻ നിക്ഷേപിച്ചു നന്ദമായി ഏവം ചെന്നാൽ. ഉണ്ണിക്കൈക്ക് എടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവം അറിയാതെ. നീരസം ഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞെ, നീ നുകർന്നാലേ അമ്മയ്ക്കു സുഖമാകൂ. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ? വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ, തരസ നുകർന്നാലും തായാത്തൻ തൈവേദ്യം നീ. നോക്കൂ, 4 മാസം മുമ്പ് ഏതാനും മാമ്പൂക്ക തല്ലി വീഴ്ത്തിയതിൽ ആ അമ്മ ആ കുഞ്ഞിനെ അടിച്ചു. മാമ്പഴം പെറുക്കുവാൻ ഇനി ഞാൻ വരില്ല എന്ന് അവൻ പറഞ്ഞത് എത്ര അർത്ഥവത്തായി ഭവിച്ചു. ഇനി എന്നും എന്നും ചുടലെ നോയിക്കൊണ്ട് ആ അമ്മ വിലപിക്കണം. കാരണം പെറ്റമ്മയുടെ ഉള്ളിൽ നിന്നും ആ ഹൃദയാഘാതം ഒരിക്കലും മാറുകയില്ല. കാരണം പെറ്റമ്മ തന്നെ നമുക്കു ദൈവം, മറ്റൊന്നും അമ്മയ്ക്കു തുല്യമല്ല. അമ്മയ്ക്കും അച്ഛനുമുള്ള പോലെ അന്യർക്കു നമ്മളോടില്ല സ്നേഹം. മാമ്പഴം എന്ന കൊച്ചു കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.